നേരത്തെ കണ്ട ഞാനോ അവളോ ഒന്നുമല്ലല്ലോ ഇത് എന്ന് നിങ്ങൾക്ക് തോന്നാം. ഞാൻ അവളുടെ ഒരു ഡ്രസ്സ് അടിച്ച് മാറ്റി ഗൈസ്. ഉള്ളിലത്തെ സാധനം എൻ്റെയാണ്, പുറത്തത്തെ സാധനം അവളുടെയാണ്. അതല്ല, ഉള്ളിത്തെ ഈ സാധനം എൻ്റെയാണ്. കണ്ട ഇവളും മാറിയില്ലേ? ഇവളും മാറി, ഞാനും മാറി, എല്ലാവരും മാറി. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ കറങ്ങാൻ പോവാണ് ഗൈസ്. അപ്പം നമ്മുടെ മെയിൻ എയിമിലേക്ക് നമ്മൾ കിടക്കാണ്. ലൊക്കേഷൻ ഇടപ്പള്ളിയല്ലേ? ഓക്കെ, അപ്പം നമ്മൾ മെട്രോയിൽ നിന്ന് സ്റ്റുഡൻസ് കാർഡ് എടുക്കാനായിട്ടുള്ള പ്ലാനാണ്. എന്നാലാണ് ഇവിടെ എന്താ സ്റ്റുഡൻസ് കുറച്ച് പ്രിവിലേജസ് ആക്ച്വലി 50 rupees കൊടുത്തു കഴിഞ്ഞാൽ ഫുള്ള് എറണാകുളം കറങ്ങാം. ലൈക്ക് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വരാം. വൺ ഡേ ഫുൾ. അപ്പോൾ അത് ശരിക്കും നല്ലൊരു കാര്യമാണ്. അപ്പം ഞങ്ങൾ തീരുമാനിച്ചു. ഓക്കെ, ID കാർഡൊക്കെ എടുത്തിട്ട് ഞങ്ങൾ മുന്നേ വീട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ. അപ്പോൾ എൻ്റെ അവളുടെ ID ഉള്ളത് വെച്ചിട്ട് നമ്മൾ സ്റ്റുഡൻസ് കാർഡ് എടുക്കുകയാണ്. എന്നിട്ട് നമ്മളിങ്ങനെ കറങ്ങാൻ പോവാണ് ഗൈസ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എടപ്പള്ളിയിലേക്കാണ് പോകാൻ പോകുന്നത് ഫ്രം ആലുവ. ഇവളുടെ ഡ്രസ്സ് ഫ്ലോറലാണ്, എൻ്റെയും ഫ്ലോറലാണ്. ഞാൻ മുടി അഴിച്ചിടും ഇപ്പം ബസ്സിന് പോണായിരുന്നാണ്. ആൻഡ് എൻ്റെ വള, എൻ്റെ വാച്ച്, എൻ്റെ ബാഗ്, എൻ്റെ ഔട്ട്ഫിറ്റ്. ഇവളുടെ ഔട്ട്ഫിറ്റ് ഇതിടയ്ക്ക് ഞാൻ അടിച്ചു മാറ്റാൻ പ്ലാനുണ്ട്. അത് അടിച്ചു മാറ്റുള്ളത് എൻ്റെയാണ്. അപ്പോൾ ഗൈസ്, ഞങ്ങൾ അവിടെ നിന്ന് നടക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ നടന്ന് ബസ് കയറി ഞങ്ങളിപ്പോൾ ആലുവ മെട്രോ സ്റ്റേഷനിലാണ്. ആൻഡ് അപ്പോൾ നമ്മൾ കറൻ്റ്ലി മെട്രോ സാധനം വരുന്നത് വരെ എന്താണ് പറയുക, മെട്രോ വരുന്നത് വരെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. ആൻഡ് വന്നു കഴിഞ്ഞിട്ട് നമ്മൾ എടപ്പള്ളിയിലേക്ക് പോകും. ഗൈസ്, അങ്ങനെ സക്സസ്ഫുള്ളി ഞങ്ങൾ മെട്രോയിൽ കയറിയിരിക്കുകയാണ് ഗൈസ്. നമ്മൾ എടപ്പള്ളിയിൽ പോയിട്ട് ബാക്കി കാണാം. അങ്ങനെ ഞങ്ങൾ എടപ്പള്ളി ലുലു മോളിൻ്റെ ഉള്ളിലെത്തി. എൻ്റെ കോൺഫിഡൻസാണ് നേരത്തെ കണ്ടത്. ഇപ്പോൾ ഞങ്ങൾ കറക്റ്റ്ലി കയറിയിരിക്കുന്ന സ്ഥലത്തിൻ്റെ പേരൊന്നുമില്ലാട്ടോ. അപ്പം പറഞ്ഞാൽ ഞാൻ ദ കോഫി കപ്പ് അവിടെയാണ് ഇരിക്കുന്നത്. ആൻഡ് ലുക്ക് അറ്റ് മൈ ഡാർലിംഗ്. ഞങ്ങൾ തിരിച്ച് മെട്രോ എൻട്രിയിൽ കൂടെ തിരിച്ച് വീണ്ടും പുറത്തേക്ക് ഇറങ്ങി ഗൈസ്. ഈ എൻട്രി കൂടെ ഇറങ്ങിയിട്ടാണ് ഇനി നമ്മൾ നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഏതാ? യെസ്, പറ ഇനി പറ. അതാണ് നമ്മളെ അതല്ല ഗൈസ്, ഞങ്ങളുടെ ഐശ്വര്യമാണ്. ഐശ്വര്യമാണ് മഴയാണ്. കൊച്ചിയിൽ ഞാൻ നിസ്സാര ഈശ്വരല്ല, ഞങ്ങളുടെ ഈശ്വരം. കൊച്ചിയിൽ കഴിഞ്ഞ ഒരു മാസമായിട്ട് മഴ ഉണ്ടായില്ല. പക്ഷെ ഇന്ന് മഴ പെയ്തു. ഞങ്ങളുടെ കൊടയില്ല, മഴയെങ്കിൽ മഴ കഴിച്ച് രണ്ടും കൽപ്പിച്ച് പോവാനായിട്ട് പോവാണ്. അത്യാവശ്യം ഭയങ്കര ക്ലൗഡി ആയിട്ട് ഇരുന്നിട്ടുള്ള മഴയാണ് ഗൈസ്. ആൻഡ് തിരക്ക് നോക്ക്, ഇതാണ് തിരക്ക്. കൊച്ചിയുടെ കനത്ത മഴയെയും അതിക്രമിച്ച് ഞങ്ങളിതാ ഞങ്ങളുടെ യാത്ര തുടരുന്നു ഗൈസ്. ആൻഡ് ഇപ്പം മഴ വലിയ കാര്യത്തിലില്ല, പക്ഷെ ഇടിയും മിന്നലൊക്കെ ഉണ്ട്. കണ്ട റോഡ് ഒരു ഗ്രാൻഡ് മോള് കഴിഞ്ഞു, ആ മോള് കഴിഞ്ഞു, അങ്ങനെ കുറേ മോളുകൾ കഴിയുന്നുണ്ട്. ഇനി അവൾ പറയുന്നത് 2 മിനിറ്റ് നമ്മളിങ്ങനെ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തും. പക്ഷെ ഇവിടുത്തെ സീനേ ലുക്ക്. ഫൈനലി ഗൈസ്, ഞങ്ങൾ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തി.
സോ ഗൈസ് ഞങ്ങൾ ഓർഡർ ചെയ്തു. ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് പാസ്ത ലൈക്ക് ആൽഫ്രെഡോ പാസ്ത ആൻഡ് അവൾ ഓർഡർ ചെയ്തിട്ടുള്ളത് സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പ്. പക്ഷെ ഞങ്ങൾ ഷെയർ ചെയ്തിട്ട് കഴിക്കുക, അതാണ് പോയിന്റ്. ഒരു കൈൻഡ് ഓഫ് ഒരു ഡേറ്റ് പോലെയാണ്. ഓക്കെ, ഫ്രണ്ട്ഷിപ്പ് ഡേറ്റ്. ഓക്കെ ഗൈസ്, ബൈ. വ്ളോഗ് എടുക്കാനുള്ള അവതൊന്നുമില്ലാണ്ടായി ഗൈസ്. തിരിച്ചു വീട്ടിൽ പോവാം. എന്തൊരു സിമ്പിളായിട്ട് വ്ളോഗ് എൻ്റെ അറിയാം. തിരിച്ച് വീട്ടിൽ പോവാ, കാരണം കഴിഞ്ഞു, സമയം അതിക്രമിച്ചു ഗൈസ്. ഇനി ഞങ്ങൾ വീട്ടിൽ പോകും. ആ, അത് കയ്യിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ഒന്നുമില്ല, ഒന്ന് തുറന്നേ. അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് കുറച്ച് സാധനങ്ങളുണ്ട്. ആ സാധനങ്ങളാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ ആയി ഞങ്ങൾ പോകുന്നു. ഇനി മെട്രോ സ്റ്റേഷനിലേക്ക് വീണ്ടും എത്തി. ഇനി അവിടെ നിന്ന് തിരിച്ച് റൂമിൽ പോകാൻ പോകണം. എടപ്പള്ളിയിലത്തെ തിരക്ക് ഓക്കെ ഗൈസ്. അപ്പം ഞങ്ങളുടെ മെട്രോ ലൈഫൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി. അയ്യോ, ഡ്രങ്കൺ ഓൾഡ് ബെഗറിന്റെ പോലെ ഉണ്ട് കാണാൻ. ചാർജില്ല കേട്ടോ. ഓക്കെ ഗൈസ്, ഓക്കെ ബൈ. ചാർജില്ല. ഇതായിരുന്നു ഞങ്ങൾ ഇന്നലെ കിടന്ന റൂം. പക്ഷേ റൂമൊക്കെ നല്ല വെൽ രീതിയിൽ കിടക്കുന്നുണ്ട്. പക്ഷെ നോക്കണ്ട, അതൊക്കെ നമ്മൾ ഇവിടെയാണ് പറയേണ്ടത്. ദേവിക കുക്കിങ്ങിലാണ്. ഇതെന്താ റെയ്മൻ കറിയാ? എനിക്ക് ഇഷ്ടമല്ല, ബട്ട് ഓക്കെ, കുഴപ്പമില്ല. മോട്ടർ ഇടാം. അതാണ് ആ ഒരു ഐശ്വര്യം, അടുക്കളയൊക്കെ ആലോചിച്ച എന്റെ ഐശ്വര്യം. ഓക്കെ ഗൈസ്, ഞാൻ മോട്ടർ ഇട്ടിട്ട് വരാം. പറഞ്ഞ് അറിയാഞ്ഞിട്ടല്ല അല്ലേ എന്നൊക്കെ. ഇല്ല ഗൈസ്, ഇവിടെ ഞാൻ വീട്ടിലേക്ക് വരുമ്പോ എനിക്ക് മാഗി ഉണ്ടാക്കി തരാറുണ്ട്, ഇടയ്ക്ക് ചിക്കൻ ഉണ്ടാക്കാറുണ്ട്. ആ സീൻ പിന്നെ അങ്ങോട്ട് കണ്ടിട്ടില്ല. അതെ, ഇതാണ് ഗ്യാസ് സ്റ്റവ്. കുറെ നാളായി യൂസ് ചെയ്തിട്ട് അതാണ് ഇങ്ങനെ ഇരിക്കണ. അത് യൂസ് ചെയ്യാറില്ല. അത് നന്നായിട്ട് കഴുകിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഒരു കുപ്പി വെള്ളം എന്റെ ആഗ്രഹത്തിന് ഞാൻ മേടിച്ചു വ്ളോഗിൽ പറഞ്ഞിരുന്നില്ലേ, അതിന്റെ ബാക്കി പത്രം ഇത് ആ വെള്ളമല്ല, നിങ്ങൾ റീഫിൽ ചെയ്തതാണ്. നിന്റെ ഒരു ഐശ്വര്യം വെച്ചിട്ട് ചാൻസ് ഇല്ലാതില്ല. ഞാനിവിടെ പല്ലേച്ചിട്ടില്ല കേട്ടോ. ആ ബെസ്റ്റ്. പേടിക്കണ്ട, ഞാൻ ഓൺ ചെയ്ത് തരണോ? നീ എന്തിട്ട് ചെയ്യണേ? കുഞ്ഞി പാത്രം കുഞ്ഞി സ്റ്റവിൽ വെക്കാം. ഇനി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ല ഈ പാത്രത്തിൽ അടിയിൽ പിടിക്കുമെന്നൊക്കെ നല്ല ഡൗട്ട് ഉള്ളത് കൊണ്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നത് നല്ലതാണ്. വെള്ളത്തിലാ? ആ, വെള്ളത്തിൽ ഒഴിക്കണം. ഇത്തിരി കുറച്ച് ഒരു സ്പൂൺ എണ്ണന്നൊക്കെ പറഞ്ഞ പോലെ വെക്കാം. ഒറ്റയ്ക്കുണ്ട്, ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. മതി, ഓവറാക്കണം. ചിലപ്പോൾ എണ്ണയുടെ ടേസ്റ്റ് മാത്രം നല്ല അല്ലെന്നോ ഇത്ര വയ്ക്കാൻ പാടുള്ളൂ. നമുക്ക് മറ്റേ നോൺ സ്റ്റിക്കി ആയിട്ടുള്ള റേമൻ കിട്ടാൻ. അപ്പം നമ്മൾ ടോപ്പ് റേമൻ്റെ ആണ് സാധനം എടുത്തിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ടോപ്പ് റേമൻ്റെ മറ്റേ നോർമലവരുടെ മസാല. ഭയങ്കര ഒരു സ്പൈസി ആയിട്ടുള്ള സാധനമാണ്. ഇത് മേടിക്കണ്ട, സ്പൈസി അത്രയ്ക്ക്. ഓ എന്താ കഴിയുക. എന്നാലും ഞങ്ങളൊരു ഡ്രിങ്ക് മേടിച്ച് വേസ്റ്റ്. ആരും ഒരിക്കലും ഏത് സാഹചര്യത്തിലും മേടിക്കരുത്.
അതല്ല വോഡ്ക അതേപോലെ തന്നെ സംഭവമൊന്നുമില്ല. അതായത് നമുക്കത് ഏത് ബീവറേജസിൽ വേണമെങ്കിലും ആഡ് ചെയ്തിട്ട് കഴിക്കാം. നോർമൽ വാട്ടറിലും ആഡ് ചെയ്തിട്ട് കഴിക്കാം. അതാണ് അതിന്റെ അത് നോർമൽ ഐസ്ഡ് വാട്ടർ ആയിരിക്കണം, അല്ലാണ്ട് വീട്ടില് പൈപ്പിൽ നോൺ ആൽക്കഹോളിക് ഡ്രിങ്ക് ആണെങ്കിൽ പിന്നെ അതൊന്നും പിടിച്ച് കയറേണ്ട. ആൽക്കഹോളിക് നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരു സാധനം, ഒരു കോക്ടെയിൽ ഫ്ലേവർ പോലുള്ളൊരു കോക്ടെയിൽ. കോക്ടെയിലാണ്. എന്നിട്ട് ഈ സാധനം ഞങ്ങൾ എടുത്ത് കുടിച്ചത് കറക്റ്റ് സർക്കയില് കുറച്ച് മുളകിട്ടാൽ എങ്ങനെ ഇരിക്കും. ഇതേ ഇതാണോ ഉദ്ദേശിച്ച സാധനം ആഡ് ഓൺ ചെയ്യാൻ വേണ്ടി സ്പൈസ് ഉണ്ടോന്ന് അന്വേഷിച്ചു. മക്കളെ ഞങ്ങള് എന്താ സ്വിഗ്ഗി ചെയ്യാൻ നോക്കി, ബട്ട് അല്ല സ്പ്രൈറ്റ് ഈ ലൊക്കേഷനില് അവര് ഡെലിവറി ചെയ്യാനുള്ളതാണ്. ഏതായാലും ഒന്നാമത് ഞങ്ങൾ ഈ സാധനം ടെസ്റ്റ് ചെയ്ത് വർക്കിംഗ് ആണോ നോക്കുമ്പോ തന്നെ സമയം ഏകദേശം ആയിട്ടുണ്ട്. അത് വേറെ കാര്യം. സമയം ഒരു പുലർച്ച ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ സ്വിഗ്ഗി വാങ്ങും പോയിട്ട് ഒരാൾ വരില്ല. അത് വേറെ കാര്യം. ഇങ്ങനെ അളക്കാനുള്ള ഉപകരണം എന്താ അവിടെ സ്പൂൺ ഇരിക്കണുണ്ടല്ലേ. ആൾക്കാര് ഇങ്ങനത്തെ സ്പൂണൊക്കെ വെച്ച് മാഗി വെക്കാം, ചട്ടകം ഒഴിച്ച് കറി വെക്കണം. തവാന്ന് നന്നായിട്ട് നമുക്ക് കട്ട എടുക്കാം. കുറച്ചും കൂടി എടുക്കാൻ പറ്റുന്ന വിചാരിക്കാം. എന്നിട്ട് ആ മോട്ടർ അടിച്ചിട്ട് എനിക്ക് നോട്ടായിരുന്നു, ബിക്കോസ് മോട്ടറിന്ന് വെള്ളം നിറഞ്ഞു പോകാൻ പാടില്ല. അപ്പോ കുറച്ച് കുറവാണ്, അതാണ്. അതെ, നല്ല കോക്ടെയിൽ അങ്ങനെയാണല്ലോ പൊട്ടിച്ച്. ഞാൻ ഇങ്ങനെ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര മടിയാണ് വെള്ളം നിറച്ചിട്ടുണ്ടാക്കണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യാ, വെള്ളം വെക്കുമ്പോഴത്തേക്ക് എല്ലാം പൊട്ടി തരും. അങ്ങനെ ഞാൻ ഉണ്ടാക്കാറുള്ളത്. പക്ഷെ ഇന്ന് യൂട്യൂബ് വീഡിയോ ഉള്ളതുകൊണ്ട് അവള് മര്യാദയ്ക്ക് ഉണ്ടാക്കും. നാട്ടുകാർ അധികം ഉണ്ടാക്കാൻ നടക്കുള്ളത് കൊണ്ട് ഇതിന്റെ നൂഡിൽസ് എന്താ സെക്കൻഡ് വൺ നമുക്ക് പോണേന് മുന്നേ എന്തെങ്കിലും ഷെയ്ക്കോ ഡ്രിങ്കോ കുടിക്കാം. നമ്മള് ബസ്സിലവിടെ എടുക്കും. ബസ്സിൽ പോവാല്ലേ പറഞ്ഞ പോലെ. ട്രെയിൻ ആവുമ്പോഴേ കൺഫ്യൂഷനിലാണ്. പക്ഷെ ട്രെയിനിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര അൺസർട്ടനിറ്റി ആണ്. പിന്നെ സീറ്റ് കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഡൗട്ടാണ്. ടൈം കൂടുതൽ എടുക്കും. സോ എന്തുകൊണ്ടും ബസ്സാണ് നല്ലതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒരു ശ്രദ്ധ പോയ ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. നല്ല ഭംഗിയായില്ലേ? നേരത്തെ വൃത്തിയില്ല, വൃത്തിയൊക്കെ വന്നിട്ടുണ്ട്. ഈ സാധനം ഇഷ്ടമില്ല. തിളക്കണ സാധനം ഭയങ്കര സ്പൈസ് ഒന്നും ആവില്ല. തുമ്മുണ്ട്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞാണ് അവളുടെ അടുത്ത് 1.5 പാക്കറ്റ് ഇട്ടാ മതി. ഇതെങ്ങനെയുണ്ട് ഗൈസ്? നീ പറ അവരോട്, നീ എന്തിലാ പറ. ഞാനൊരു ലവറാണ് ഗൈസ്. ബോഹോ. പക്ഷെ ഞാൻ ആക്ച്വലി ബോഹോ ഫാഷൻ മുഴുവനായിട്ട് അങ്ങോട്ട് അഡാപ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ പതുക്കെ അതിലേക്ക് വരാനാണ് എൻ്റെ പ്ലാൻ. അപ്പൊ എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് യെല്ലോ ഇസ് മൈ ഫേവറേറ്റ് കളർ. സോ ഐ തോട്ട് ഓഫ് ബൈയിങ് ദിസ്. നോ, യെല്ലോ മേക്സ് മീ ഹാപ്പി. യെല്ലോ ഇസ് മൈ ഹാപ്പി കളർ. ഹാപ്പി കളർ കേട്ടൂടെ? ഇത് ഞാൻ ഇടപ്പള്ളി മെട്രോ സ്റ്റേഷനിൽ നിന്ന് വാങ്ങിയതാണ്. ഇവളുടെ അടുത്ത് വാങ്ങാൻ പറഞ്ഞതായിരുന്നു. ഓക്കെ, അതിന് ഇതൊരു ബോഹോ കൈൻഡ് ഓഫ് സമയം അല്ല. അപ്പൊ നീ ബിഗ് ബോസ് കാണാറുണ്ടോ? എന്റെ റീൽ എടുത്ത് അതേ ഉള്ളൂ.
ബിഗ് ബോസ് ഇനി ഇരുന്ന് കാണുന്ന പരിപാടിയില്ല. ആദ്യം ബിഗ് ബോസ് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് നമുക്ക് അറിയാൻ പറ്റും അത്യാവശ്യം. അത്യാവശ്യം എല്ലാ നോളജും നമുക്ക് അവിടെ നിന്ന്. എന്തായാലും നല്ല വൃത്തിയിട്ട സീസണാണ് ഇത്തവണത്തെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞങ്ങളിത് ഓഫ് ചെയ്തു. ഇനി കുറച്ച് നേരം അത് അവിടെ ഇരുന്നോട്ടെ. അപ്പോഴത്തേക്ക് ഞങ്ങൾ പല്ല് തേച്ച് വെള്ളം കുടിച്ചിട്ട് വരാം. ആൻഡ് വിൽ ഹാവ് ദിസ് ആൻഡ് വിൽ പാക്ക് ആൻഡ് വിൽ ഗെറ്റ് റെഡി. യാ ഓക്കെ ബൈ. ഇനി കഴിക്കുമ്പോൾ വരാം. ഇതാണ് ഞങ്ങളുടെ എങ്ങനെയുണ്ടെന്നുള്ളത് അറിയില്ല. കഴിച്ചു നോക്കിയാൽ മാത്രം അറിയുള്ളൂ. കഴിച്ചു നോക്കാം. അറിയണം എനിക്ക് നല്ലതായിരിക്കും. എനിക്ക് പുള്ളിയില്ല അറിയില്ല എൻ്റെ എനിക്ക് അവസ്ഥ എന്നത് കഴിച്ചു നോക്കാൻ മാത്രം അറിയുള്ളൂ. പിന്നെ ഇളക്കാനൊന്നും സ്പൂൺ മര്യാദക്കില്ലാത്തത് കാരണം അതിൻ്റെ മസാല അവിടെ ഇവിടെയൊക്കെ എടുക്കണം. അത് ചുക്ക് ഇറ്റ്സ് ഫ്രൈ. Not too good, not too bad. ഒരു ഓക്കെ സാർ. ആൻഡ് മോറോവർ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇഷ്ടം ഇതിൻ്റെ ഇങ്ങനത്തെ നൂഡിൽസ്. എനിക്ക് അതിൻ്റെ ഒരു ടെക്സ്ചർ ഷേപ്പ് അങ്ങനെ ഒരു വെറൈറ്റി. ഒരു കഴിച്ച് നോക്ക്. ഓക്കെ ഗൈസ്, സ്പൂൺ കഴുകിയിട്ട് വരും. ഞാൻ ഫോൺ ഇങ്ങനെ തിരിച്ച് പിടിച്ചിട്ടില്ല. അല്ലെങ്കിൽ നോർമലി ഈ ഭാഗത്തേക്കാണ് ക്യാമറ വരെ ഇതിങ്ങോട്ട് പിടിച്ചിട്ടുള്ള ഇപ്പുറത്താണ് ക്യാമറ വന്നത്. അത് കാരണം പിന്നീട് നോക്കാൻ ടൈം ചെയ്യുന്നത്. കൈകൊണ്ട് തിന്നായിരിക്കും നല്ലത്. കാരണം ഫോർക്ക് യൂസ് ചെയ്ത് തിന്നേണ്ട കാരണം അത് വരുന്നില്ല. അപ്പോൾ ഈ വെള്ളം വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതാണ് ഗൈസ് നിങ്ങളുടെ ഇന്നത്തെ അവസ്ഥ. ഇന്നലെ അടിച്ച് പൊളി കറക്കം വൈകുന്നു. ഇന്നത്തെ കോലം നോക്കി. ഇന്നത്തെ കോലം ടോട്ടൽ ബാഗ് ഇവളുടെ കയ്യിലുണ്ട് ഇഷ്ടം പോലെ. ഒരു ദിവസത്തിന് വന്നിട്ട് ഞങ്ങളുടെ ബാഗും പാട്ടയും ഒക്കെയാണിത്. ഒരു കോടയുണ്ട്, ആ കോടയും ഒരു ചിരവിയുണ്ട്. ഫോണ് ഞങ്ങൾ അതെ ഉറുമ്പടിക്കോ ജിലേബിയിൽ നിന്ന്. ഇനി വാതിലുള്ള ഐശ്വര്യമായി കിടക്കുന്നു. നമ്മൾ പോകുന്നു. അപ്പോൾ വീട് ടാറ്റ ബൈ ബൈ. അപ്പോൾ പോണ് ഗൈസ്. ഇറങ്ങി അവള് ഡോറൊക്കെ ക്ലോസ് ചെയ്യുന്നു. ഇനി വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പതുക്കെ നടക്കാം. നടന്ന് പോകാം. ഇനി ഇവിടെ ഏകദേശം കുറച്ചുണ്ടല്ലോ നടക്കാൻ. കുറച്ച് ഒരു 300 മീറ്റർ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അത്രയ്ക്ക് നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ബസ് കയറാം. ബസ് കയറിയിട്ട് നമ്മൾ ആലുവയ്ക്കാണോ പോണേ? ബസ് കയറി നമ്മൾ ആലുവയിലേക്കും. ഇന്നലത്തെ റൊട്ടീൻ തന്നെ. ബസ് കയറി ആലുവയിലേക്കും. ആലുവയിൽ നിന്ന് പിന്നെ എന്താണ് പറവൂർ ടു നാട്ടിക. അതെ നാട്ടിക. കരടിയുടെ പോലെ ഉണ്ട്. അതാണ് സംഭവം. ഇന്ന് മറ്റേ കരടിക്കുട്ടി ബൈ ഗൈസ്. എൻ്റെ ബാങ്ക്സ് ഒക്കെ സെറ്റായി. ഞാനും ഇന്ത്യ ഓക്കെ ഇവിടെ പൂട്ടിയിട്ടുണ്ടല്ലോ പുറത്തുനിന്ന്. ഗൈസ് ഞങ്ങളിവിടെ ഇട്ട് പൂട്ടി തുറന്നു. അത് 2 പിള്ളേരും ഇവിടെ ഉള്ള കാര്യം അറിയില്ലടി, അതുകൊണ്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞു നമ്മൾ ഇറങ്ങി. കരിഞ്ഞ് നമ്മൾ ചാവും. കുടയുണ്ട് കയ്യിൽ, വേറെ കാര്യം. ഓക്കെ. അവൾ കീ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നടന്ന് പോകുന്നതായിരിക്കും. ബൈ.